ആശാനെ ഈ എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു അസുഖം നമ്മുടെ ലോകമെമ്പാടുമുള്ള ഒരു അസുഖമാണ്. വളരെ പ്രശസ്തി ആർജിച്ച ഒരു അസുഖമാണ്. അത് നമ്മുടെ അലോപ്പതിയിലൊക്കെ അത് എങ്ങനെയാണ് പകരുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ടോ? അതിനെക്കുറിച്ച് എന്തെങ്കിലും ആശാൻ അറിയാമോ? ഉണ്ട്, അറിയാം, പറയാം. അത് വളരെ അടിസ്ഥാനപരമായിട്ട് പച്ചയ്ക്ക് പറയാം. അതായത് ആയുർവേദത്തിൽ ഇപ്രകാരം പറയാം. ആയുർവേദം എന്ന് പറയാൻ കാരണം ആയുസിനെ ഉദ്ധരിച്ചതിനാലാണ് ആയുർവേദം. അതായത് പച്ചയ്ക്ക് പറയുകയാണ്, സ്ത്രീസംഗം ഒട്ടുകൂടാതെ പരനാളായി ഇരിപ്പവൻ പെട്ടെന്നും മൈഥുനം ചെയ്താൽ പാരദുഷ്ടേഷു യോനിഷു പാരം മലിനമായുള്ളോർ യോനിയുള്ളവയേറ്റവും പെറ്റിട്ട് പുതുതായുള്ളോർ യോനിയുള്ളവയേറ്റവും ഭോഗിച്ചാൽ ഉടനെ തന്നെ ക്ഷൗകം ചെയ്തില്ലേ എങ്കിൽ വളരെ കാലം സ്ത്രീ സംഭോഗം ചെയ്യാതിരിക്കുന്നവൻ ദുഷ്ടവൃന്നം വ്യാപിച്ച സ്ത്രീയെ സംഗമിക്കുക, അഗമ്യമാരായ സ്ത്രീയെ മാറി മാറി സംഭവിക്കുക, സംഭോഗാനന്തരം ദുഷിച്ച വെള്ളം കൊണ്ട് ക്ഷൗവം ചെയ്യുക. ശൗചാലയം കഴുകിക്കളയാം, ശൗചം ചെയ്യാതെ കഴുകിക്കളയാം. ഇനം കൂടുതലും പരിവരുത്തം കൊണ്ട് അംഗങ്ങൾ തട്ടി ഉരയുക, യോനി ശൂലബാധിച്ച സ്ത്രീയെ സംഗമിക്കുക, യോനിയുടെ അകത്തുനിന്ന് കുടയുടെ ആകൃതി പോലെയും കുക്കുടത്തിൻ്റെ പൂ പോലെയുള്ള യോനിയാർസസ്സുകൾ മാംസന്തങ്ങൾ വളർന്നിരിക്കും. അതിൽ തട്ടിയുള്ള ലിംഗത്തിൽ രോഗങ്ങളുണ്ടാകും. ഇനി പ്രസവിച്ച ദിവസങ്ങൾ കഴിയാത്ത സ്ത്രീയെ സംഗമിക്കുക ആർത്തവകാലത്ത്. അതുപോലെ ആർത്തവകാലത്ത് സംഗമിക്കുക എരുമ, പശു, പട്ടി, ആട് ഇങ്ങനെയുള്ള നാൽക്കാലികളെ സംഗമിച്ചാലും പുരുഷന് അപദംശം മുതൽ ഉപദംശമായിട്ട് 10-23 രോഗങ്ങൾ ലിംഗത്തിലുണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ലിംഗം പഴുത്ത് പൊട്ടി വ്രണങ്ങളുണ്ടാകും, അവിടെ ബോളുകളുണ്ടാകും, നീര് കഫമൊലിക്കും, കഫമൊലിക്കും, മോര് പോലെ ഉള്ളതായ ദ്രാവകം ഉള്ളിൽ നിന്ന് പോകും, പഴുപ്പ് പോവും, രക്തമൊലിക്കും, സ്മെല്ലുണ്ടാകും. ലിംഗത്തിൻ്റെ അഗ്രഭാഗം വളർന്ന് വളരെയേറെ വീർത്ത് കുമ്പള പോലെയാകും. പക്ഷെ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തേയ്മാനം ഉണ്ടാകും, വ്രണമുണ്ടായി പഴുത്ത് ലിംഗം നശിക്കും. അവനെ വൈദ്യൻ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. അത് മാറുന്ന രോഗമല്ല. അതാണ് ആയുർവേദ ഇത് അലോപ്പതിക്കാർ ഗുണാറിയ എന്ന് പറയുന്നത്. ഗുണാറിയ എന്നവനെ ലിംഗം കുറച്ച് കളയും. ഇത് പുരുഷനുണ്ടാകുന്നതാണ്. മറിച്ച് സ്ത്രീക്കും അതേമാതിരി ഈ ഉണ്ടാകുന്നതായിട്ട് പറയുന്നുണ്ട്. അത് സിദ്ധവൈദ്യത്തിലാണ് സ്ത്രീകൾക്ക് കുറിച്ച് പറയുന്ന മറ്റൊരുന്നുണ്ട്. അവർക്ക് 7 വിധമായ രോഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആ ഗർഭാശയത്ത് ഗർഭാശയം എന്ന് പറഞ്ഞാൽ ഇത് പുരുഷൻ ഭോഗിക്കുമ്പോൾ ബീജത്തെ സ്വീകരിക്കുന്ന സ്വീകരണശാല എന്നാണ് അതിനെ പറയുന്നത്. അപ്പോഴിതിൽ സിദ്ധവൈദ്യത്തിൽ അഗസ്ത്യർ പറയുന്നത്, ആരപ്പ പെൺമരടാൻ ഗർഭക്കോളിൽ പക്കുവത്തെ ചൊല്ലികറി പൻപായ്ക്കേട് ആരട ആൺമരട് ആകുമല്ലാൽ അപ്പനി പെൺമരടോ ആരോയില്ലേ. അതായത് പുരുഷൻ ആണ് വന്ധ്യ എന്ന് പറയുന്ന പുരുഷനാണ്, മലയുടെ പുരുഷനെന്നാണ് പറയുന്നത്. സ്ത്രീകളിൽ പെൺകൾ മലടെന്നും കൂറുകില്ല. സ്ത്രീകൾ മലടെന്ന് കൂറാൻ കാരണം, അതായത് വന്ധ്യ എന്ന് പറയാൻ കാരണം ഗർഭക്കരിക്കുടിയിൽ ചതയി വളർന്നിരിപ്പതാലും ഗർഭാശയത്തിനകത്ത് ചത വളർന്നിരിക്കുന്നതുകൊണ്ടും ഗർഭാശയം മതത്ത് കൊഴുത്ത് ഇരിപ്പതാലും ഗർഭാശയം വികസം ഇല്ലാமல் ഇരിപ്പതാലും ഗർഭാശയത്തിൽ കോഴിയുടെ പൂ പോലെയും കുക്കുടത്തിൻ്റെ കുക്കുടം, അതായത് കോഴിയുടെ പൂ പോലെയും ഉടയുടെ ആകൃതിയും ലിംഗം പിന്നെ ആ മാംസം വളർന്ന് കോഴി അടഞ്ഞു പോകുന്നത് കണ്ടും സ്ത്രീ പുരുഷർ ഇരുവരും ഉണരുമ്പോത് പാർവയിൽ വെന്തു വിളക്കമറ്റ് വിഴാമലിരിപ്പതായാലും നാം ഒരു കല്ലെടുത്തെറിയുമ്പോൾ കല്ല് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോകില്ല, അതിന് മുമ്പ് തന്നെ കല്ല് വീഴുന്നു എന്നതുമായി പോകുന്ന സമയത്ത് റിയാക്ഷൻ തിരിച്ച് ആ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ബീജം ശുക്രസോണിനങ്ങൾ ആ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ വേയാലും പിത്തനോയിനാലും അതായത് പിത്തരസം ഉൽപ്പാദി നടത്തേണ്ടതായ പിത്തരസത്തിൻ്റെ ശക്തിയില്ലാതെയും ആണ് പെൺകൾ അങ്ങനെയാണ് ഇവർ വന്ധികളായി പോകുന്നത്. പറയുന്നത് ഗർഭാശയത്തിനകത്ത് 7 വിധ, അത് കരിക്കുഴി നോയി എന്നാണ് സിദ്ധവൈദ്യത്തിൽ പറയുന്നത്. അത് വാക്കുകളെല്ലാം ഇനി ഏഴ്സ് അങ്ങനെ ഒരു പകരുന്ന രോഗമല്ല. പക്ഷേ ഈ ഇത്യാദി രോഗമുള്ളവൻ ഈ ഉണേറിയ പോലത്തെ മാരകമായ രോഗം വന്നു കഴിഞ്ഞാൽ അടുത്തുകൂടെ മനുഷ്യനെ നടക്കാൻ വെക്കാതെയും പിന്നെ അയാളുടെ ഉള്ളിൽ നിന്നും പോകുന്നതായ ഈ വസ്തു ഭയങ്കര സ്മെല്ലുള്ളതും അത് നാറ്റമുണ്ടായിരിക്കുകയും ആ മനുഷ്യൻ്റെ അടുത്തുനിന്ന് ഒരു വികൃതനായ പോലെ വളരെ ഉണങ്ങിത്തീരും. അത് ആരിലും പകരില്ല. ഇത് പകരും. ഇതിൽ അണുക്കളും കൃമികളും ഉണ്ടെങ്കിൽ അയാൾ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ കുളിക്കടവിൽ ചെന്ന് കുളിക്കാൻ ഇറങ്ങിയാൽ ആ കുളിക്കടവിൽ ചെല്ലുന്ന അടുത്തൊരാൾ കുളിക്കും. അപ്പോഴീ മലമൂത്ര വിസർജനം ചെയ്തിട്ടാണ് ഇയാൾ അവിടെ ചെന്ന് ശൗചം ചെയ്യണമെങ്കിൽ
ഈ വെള്ളത്തിൽ അണുബാധ ബാധിച്ചിരിക്കും. അത് കെട്ടിക്കിടക്കുന്ന വെള്ളമായിരിക്കാം. മറ്റൊരാൾ അവിടെ പോകും, അവർക്കൊരു പറ്റും. അതായത് മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ, ഒരാൾ കുളിക്കാനിറങ്ങി കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം വ്യാപിച്ച രോഗിയാണ് അവിടെ കുളിച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ പല്ല് ബ്രഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തുപ്പിയിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ കിടക്കും അതിൻ്റെ അവരൊക്കെ. അപ്പോഴടുത്ത് കുളിക്കുന്ന ഒരാളിന് അത് കിട്ടും. അതുപോലെ എല്ലാ രോഗങ്ങളും പകർച്ചയുള്ളതാണ്, സർവ്വരോഗങ്ങളും. ഇപ്പോൾ മഞ്ഞപ്പിത്തം വെള്ളത്തിൽ പഴയ കാലത്ത് കുളിക്കാൻ പോകുന്നവർ കുളത്തിലിറങ്ങി കഴിഞ്ഞാൽ വെള്ളം ഒന്നിങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ തെറ്റിക്കളഞ്ഞ ശേഷം വായിൽ വെള്ളം കോരി കുളിക്കുക ചെയ്യും. തോട്ടിലിറങ്ങിയിരുന്നാലും അവർ വെള്ളം ഇങ്ങനെ ഒന്ന് തെറ്റിയിട്ട് മാത്രമേ അവർ വായിൽ കൊള്ളൂ. ഇപ്പോഴങ്ങനെയല്ല, വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഓടിയെടുത്ത് ചകിരാണ്. അപ്പോൾ ഇതെല്ലാം ജലത്തിൽ നിന്നും മാരകങ്ങളായ രോഗങ്ങൾ പകരുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ജലത്തിൽ കൂടിയും വായുവിൽ കൂടിയും അല്ലാതെ ഒരു രോഗങ്ങളും പകരില്ല. എല്ലാ രോഗങ്ങളും ജലത്തിൽ കൂടെയാണ് പകരുന്നത്. ഈ ജലത്തിലാണ് പറയാൻ കാരണം, വായിലിപ്പോൾ ഇപ്പോഴും ക്യാൻസർ എന്ന് പറഞ്ഞാൽ കവിൾവാർപ്പ്, കവിൾപ്പുറ്റ് ഇങ്ങനെയുള്ള രോഗങ്ങളുണ്ട്. ഇതൊക്കെ വ്യാപിച്ചവർക്ക് വായ്ക്കകത്ത് അണുബാധ ഉണ്ടായി ഈ വായ്ക്കകത്ത് കൃമികളുണ്ടായിരിക്കും. ചെറിയ ചെറിയ കൃമികളാണ്. അത് വായിൽ തോട്ടിൽ ചെന്നിട്ട് കുളത്തിൽ ചെന്നിട്ട് കഴിവ് ബ്രഷ് ചെയ്തിട്ട് അങ്ങ് തുപ്പും. പക്ഷേ കരയിൽ മണ്ണിലല്ല അങ്ങോട്ട് തുപ്പുന്നത്. മഴത്തുള്ളി വീഴുമ്പോൾ ഒരു വെള്ളത്തിൽ ഒരു കുമിള ഉണ്ടായി കുറച്ച് ദൂരം പോയിട്ട് ആ കുമിള അങ്ങ് കഴിയും. വീണ്ടും മഴത്തുള്ളി വീഴുമ്പോൾ ആ കുമിള ഉണ്ടായി അങ്ങ് അതേമാതിരി കുമിളയായിട്ട് അത് മത്സ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ മത്സ്യം ഈ കുമിളകളെ എടുത്തങ്ങ് വിഴുങ്ങും. ഈ കവത്തോടൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇത് മറ്റൊരാൾ വന്ന് ഈ വെള്ളം വായിൽ പോയി കൊള്ളയാണെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ അണുബാധ അയാൾക്കുണ്ടാകും, പിന്നെ പകർച്ച അയാൾക്കുണ്ടാകും. അതാണ് വെള്ളത്തിൽ കൂടെ രോഗം വരുമെന്ന് പറയുന്ന കാരണം. ഇത് ഇതിനൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇനി കൂടുതൽ അതിനെപ്പറ്റിയായിട്ട് സംസാരിക്കുന്നില്ല. ഇന്ന് റേഡിയോ നിലയത്തിലും മറ്റുമുള്ള എല്ലാ നല്ല പണ്ഡിതന്മാരും നല്ല ഡോക്ടർമാരും നല്ല നല്ല കാര്യങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എളിമയായിരുന്ന എനിക്ക് വേറെ പ്രത്യേകമായിട്ടൊന്നും പറയാനില്ല. ഈ ചോദിച്ചത് ഇത്രയും കാര്യം പറഞ്ഞ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.